ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് അവർക്കും സ്വാഗതം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യം. യേശു കണ്ണുനീർ വാർത്തു. യേശു തമ്പുരാൻ കരഞ്ഞു എന്നാണ് അവിടെ പറയുന്നത്. അതിൻ്റെ തൊട്ടടുത്ത വാചകം, അത് 38-ാം വാചകത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: യേശു മനം നൊന്ത് കല്ലറയ്ക്കലെത്തി. നമുക്കറിയാം സന്ദർഭം. ലാസറിൻ്റെ ഭവനത്തിൽ യേശു തമ്പുരാൻ എത്തിയിരിക്കുകയാണ്. ലാസർ മരിച്ചു, 4 ദിവസമായി അടക്കം ചെയ്തു. യഹൂദന്മാരുടെ ആചാരമനുസരിച്ച് വിലാപം കഴിക്കും. അങ്ങനെ 4-ാമത്തെ ദിവസവും ഒരു വിലാപം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യേശു തമ്പുരാൻ വരുന്നത്. യേശു തമ്പുരാനും ഈ ലാസറിൻ്റെ കുടുംബമായിട്ട് ഒരു നല്ല ബന്ധം, ഉറ്റ സുഹൃത്തായിരുന്നു ലാസർ. പല പ്രാവശ്യം യേശു തമ്പുരാൻ ഈ ലാസറിൻ്റെ ഭവനത്തിൽ വന്നിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. നല്ലൊരു സ്നേഹിതനായിരുന്നു. ഈ ലാസറിൻ്റെ സഹോദരങ്ങളാണ് മാർത്തയും മറിയവും. ആ കുടുംബത്തിൻ്റെ നെടുന്തൂണാണ്. ആ കുടുംബത്തിൻ്റെ എല്ലാ കാര്യവും ചെയ്തുകൊണ്ടിരുന്നവരാണ് മരിച്ചിരിക്കുന്നത്. ലാസർ എന്ന് പറയുന്ന ആ കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു. അപ്പം അങ്ങനെ ഈ യേശു തമ്പുരാൻ അറിയാം ഇദ്ദേഹം രോഗബാധിതനാണ് എന്നൊക്കെ അറിയാം. എന്നിട്ട് ദീനം കൂടിയപ്പോഴും മാർത്തയും മറിയയും ആളിനെ വിട്ട് യേശു തമ്പുരാനോട് പറയുന്നുണ്ട്. എന്നിട്ട് യേശു തമ്പുരാൻ നടന്നു വരികയാണ്, ദൂരമാണ്. നടന്നു വന്ന് എത്തുമ്പോഴേക്കും ഈ ലാസർ മരിച്ചിരുന്നു. ലാസർ മരിച്ചു കഴിഞ്ഞ് അടക്കി 4 ദിവസമായിരുന്നു. അപ്പോൾ യേശു തമ്പുരാനുമായിട്ടുള്ള ഒരു ഉറ്റ ബന്ധം, അതായത് ഉറ്റ സുഹൃത്ത് ആണ് ഈ ലാസർ. ആ ലാസറാണ് മരിച്ചിരിക്കുന്നത്. അങ്ങനെ ലാസർ യേശു തമ്പുരാൻ വന്നു എന്നറിയുമ്പോൾ ഈ മറിയവും മാർത്തയും, അതായത് ആദ്യം മാർത്തയെ ഓടി ചെല്ലുന്നു, പിന്നെ മറിയവും ചെല്ലുന്നുണ്ട്. അവരുടെ വിഷമം കണ്ട് യേശു തമ്പുരാൻ വിഷമമുണ്ട്. അയൽവക്കാരും ചർച്ചക്കാരും ബന്ധുക്കളും ഒക്കെ വിഷമിക്കുന്നുണ്ട്. എന്നിട്ട് ഈ മാർത്തയും മറിയും ഒക്കെ പറയുന്നുണ്ട്, കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നൊക്കെ പറയുമ്പോൾ അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവരുടെ കരച്ചിലും വിഷമവും കണ്ട് യേശു തമ്പുരാൻ കരയുന്ന ആ രംഗമാണ് നമ്മളിവിടെ കാണുന്നത്. യേശു തമ്പുരാൻ കരയുകയാണ്. യേശു തമ്പുരാൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു. എന്നിട്ടും മറ്റുള്ളവരുടെ വിഷമത്തിൽ, പ്രത്യേകിച്ച് ഉറ്റവരുടെ വിഷമത്തിൽ യേശു തമ്പുരാനും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ, സഹിക്കാൻ വയ്യാതെ യേശു തമ്പുരാൻ കരയുന്നതായിട്ട് നമുക്ക് കാണുവാൻ പറ്റും. യേശു തമ്പുരാൻ പരസ്യ ജീവിതത്തിൽ ഒരുപാട് രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. ഒരുപാട് ഉയർപ്പിച്ച സംഭവങ്ങളുണ്ട്. നമുക്കറിയാവുന്ന 2 സംഭവങ്ങളാണ്. നൈൻ പട്ടണത്തിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്നു, യായിറൂസിൻ്റെ മകളെ ഉയർപ്പിക്കുന്നു. ഈ 2 സന്ദർഭങ്ങളിലും മരണമാണ്, ഉയർപ്പിക്കുകയാണ്. അവർക്ക് അവിടെ യേശു തമ്പുരാൻ വിഷമിക്കുന്നതായിട്ട്, കണ്ണുനീർ വാർക്കുന്നതായിട്ട് കാണുന്നില്ല. ഇതിനർത്ഥം വിഷമം ഇല്ലെന്നല്ല, പക്ഷേ അവിടെ വിഷമിക്കുന്നില്ല. കാരണം ഇവിടെ ലാസറിൻ്റെ ഭവനത്തിൽ വന്ന് വിഷമിക്കാൻ കാരണം ലാസർ അതുപോലെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരാളാണ്, ഉറ്റ ബന്ധുവാണ്. പ്രിയമുള്ളവരെ, നമ്മൾ അനുദിനം ഈ പേപ്പറിലും ടി വിയിലുമൊക്കെ ഇതുപോലെയുള്ള അപകടങ്ങൾ കാണും. പിഞ്ചു വൈദ്യങ്ങളുടെ അപകടങ്ങൾ കാണും, പല അപകടം കാണും. എന്നാൽ ആ പേപ്പറൊക്കെ മടക്കി വെച്ച് കഴിയുമ്പം ഒരു പക്ഷേ നമ്മൾ ആ വിഷമങ്ങൾ മാറും, അല്ലെങ്കിൽ ടി വി ഓഫ് ചെയ്ത് കഴിയുമ്പോൾ വിഷമമൊക്കെ മാറും. എന്നാൽ നമ്മുടെ ഉറ്റ ബന്ധുക്കൾ, ചാർച്ചക്കാർ, നമ്മുടെ കുടുംബത്തിൽ തന്നെ എന്തെങ്കിലും ഇതുപോലെ അപകടത്തിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഭയങ്കര വിഷമമായിരിക്കും, ദിവസങ്ങളോളം വിഷമമായിരിക്കും. അങ്ങനെയുള്ളൊരു സംഭവമാണ് ഈ കഴിഞ്ഞ ദിവസം മുറിഞ്ഞുകല്ലിൽ നടന്നത്. ഒരു വാഹനാപകടത്തിൽ ഒരു കുടുംബത്തിലെ 4 പേര് മരണപ്പെട്ടു. അതിൽ ഏറ്റവും വിഷമമായ കാര്യം എന്ന് പറയുന്നത് ആ യുവദമ്പതികൾ വിവാഹം കഴിച്ചിട്ട് 15 ദിവസമേ ആയിട്ടുള്ളൂ. അവർ മലേഷ്യയിൽ പോയി തിരിച്ചു വരികയാണ്. വരുമ്പോഴാണ് ഇവർ മരിക്കുന്നത്. അപ്പോൾ നോക്കണേ, ദൈവത്തിൻ്റെ ഒരു പദ്ധതി എന്ന് പറഞ്ഞ് നമുക്ക് വേണേൽ അങ്ങനെ ആശ്വസിക്കാം. കാരണം ഇവരെ കൊണ്ടുവിട്ടത്, മലേഷ്യയിലേക്ക് പോകുമ്പോൾ എയർപോർട്ടിൽ കൊണ്ടുവിട്ടത് ഈ മോൻ്റെ കസിൻ ബ്രദറാണ്. തിരിച്ച് വരാനും വിളിച്ചുകൊണ്ട് വരാനും അവൻ പോകാൻ തുടങ്ങിയപ്പോഴാണ് ഈ കുഞ്ഞിൻ്റെ പപ്പ പറയുന്നത് ഞാൻ പൊക്കോളാമെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴാണ് മരണപ്പെടുന്നത്. ഇപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം ഓടിച്ചുകൊണ്ടല്ല, പക്ഷെങ്കിൽ അങ്ങനെ സംഭവിച്ചു, അങ്ങനെ നമുക്ക് വിശ്വസിക്കാം. എന്നാൽ ഈ കുഞ്ഞുങ്ങളെക്കുറിച്ച് എന്തോരം ദേവാലയത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. വളരെ ചെറുപ്പം മുതലേ ഈ 2 കുഞ്ഞുങ്ങളും കൊയറിലൊക്കെ പങ്കെടുക്കുന്ന ഒരു കുഞ്ഞാണ്. ദൈവത്തെ സ്തുതിക്കുന്ന കുഞ്ഞുങ്ങളാണ്. 10 കൊല്ലമായിട്ട് ഒരു പ്രണയബദ്ധരാണെന്നാണ് പറയുന്നത്. ഈ മോന്
പഠിച്ച് എഞ്ചിനീയറിംഗ് പാസ്സായി കാനഡയ്ക്ക് പോയി അവിടെയും ഈ ഞായറാഴ്ചകളിൽ ഒറ്റ ഞായറാഴ്ച മുടങ്ങാതെ പള്ളി പോകുന്ന കൂട്ടുകാർ പറയുന്നത്. എന്നിട്ട് ആരെങ്കിലും പള്ളി പോകാതിരിക്കുകയാണെങ്കിൽ അവരോട് വഴക്ക് പറയും, നിന്നെ സാത്താൻ കയറി എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞ് അവരെ കൂടെ നിർബന്ധിച്ച് പള്ളി കൊണ്ടുപോകാറുണ്ട്. ഒരു നൊയമ്പ് ഒരു ഉപവാസം വിടാതെ ഈ നൊയമ്പ് നോക്കുന്ന ഒരു മകനാണ് അവൻ. അതുപോലെ തന്നെ കോളേജിലൊക്കെ പഠിക്കുമ്പം സുഹൃത്തുക്കളും അധ്യാപകരും പറയുന്നത് വേണ്ടാത്ത ഒരു കാര്യത്തിനും പോകില്ല, പഠിത്തത്തിന് മാത്രം വരും, സമരങ്ങൾക്കില്ല, മറ്റൊരു കാര്യങ്ങൾക്കും പോകാതെ അവനെ ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്ന, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു മകനാണ്. അതുപോലെ ഒരു മകളാണ് ഇവർ രണ്ടുപേരും. ഈ അടുത്ത ദിവസം ഈ മരണത്തിൻ്റെ നെക്സ്റ്റ് ഡേ ഈ കുഞ്ഞിൻ്റെ പെൺകുട്ടിയുടെ പിറന്നാളാണ്. അതിനാണ് അവർ പെട്ടെന്ന് വരുന്നത്. പിറന്നാൾ പോലും ആഘോഷിക്കാതെ അവർ ജീവിതത്തിൽ നിന്ന് മടങ്ങിപ്പോയി. നമുക്ക് ഇവിടെയൊക്കെ ഈ രണ്ട് കുടുംബങ്ങളും ദൈവീയമായ ആശ്രയത്തിൽ ജീവിക്കുന്ന ഒരു രണ്ട് കുടുംബങ്ങളാണ്. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് അവരുടെ സ്വദേശമായ മല്ലശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം അപാലവൃത്തം ജനങ്ങളെയും വിഷമത്തിലാഴ്ത്തിയ ഒരു സംഭവമാണ്. പക്ഷെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം? നമ്മൾ ഒരു പക്ഷെങ്കിൽ പറയും, കണ്ടോ ദൈവത്തിലൊക്കെ ആശ്രയിച്ചിട്ടും ഇങ്ങനെ സംഭവിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് അത് ദൈവത്തിൻ്റെ പരമാധികാരമാണ്, ദൈവത്തിൻ്റെ കയ്യിലുള്ള കാര്യമാണ്. ദൈവം തന്നു, ദൈവം വിളിച്ചു, ഇങ്ങനെ നമുക്ക് ആശ്വസിക്കാം. രണ്ട് യുവദമ്പതികളെ ദൈവത്തിൻ്റെ കൊയർ സംഘത്തിൽ, ദൈവത്തിൻ്റെ ദൂതഗണത്തിൽ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവം വിളിച്ചു. അവരുടെ കൂടെ അവരുടെ അപ്പനും അമ്മയും പിതാക്കന്മാരും പോയി എന്ന് നമുക്ക് ആശ്വസിക്കാം. ഇവിടെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, മരണം ഈ ആ കുടുംബാംഗങ്ങളെ ആ ഈശോമ്പുരാനെ പോലെ അവിടെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കാൻ കഴിയണം. പൗലോസ് പറയുകയാണ്, പൗലോസ് തെസ്സലോനിക്കർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങൾ പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കരുത്. അതായത് ദുഃഖിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, നിരുത്സാഹപ്പെടുത്തുന്നില്ല, പക്ഷേ പ്രത്യാശയില്ലാത്ത പോലെ ദുഃഖിക്കരുത്. കാരണം മരണമെന്ന് പറയുന്ന ഒരു അവസാനമല്ല, മരണം കഴിഞ്ഞ് നമുക്കൊരു ജീവിതമുണ്ട്. യേശുമ്പുരാൻ പറയുകയാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാണ്. അപ്പോൾ അതുകൊണ്ട് മരണത്തിന് ശേഷവും ഒരു ജീവനുണ്ട്. അവരെങ്ങും പോകുന്നില്ല. അവരുടെ നല്ല പ്രവൃത്തികളിലൂടെ നമ്മുടെ മനസ്സിൽ അവരെന്നും ജീവിക്കും, അതിന് യാതൊരു സംശയമില്ല. അവർ ഇപ്പം എയർപോർട്ടിലൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ അപ്പനെയും അമ്മയും ഒക്കെ നമ്മൾ എയർപോർട്ടിൽ കൊണ്ടുവിടാറുണ്ട്. അവർ ജോലിക്ക് പോകാനായിട്ട് ഗൾഫിലേക്കും അല്ലെങ്കിൽ യൂറോപ്യങ്ങളിലേക്കും മടങ്ങുമ്പം എയർപോർട്ടിൽ കൊണ്ടുവിടാറുണ്ട്. അവിടെ എയർപോർട്ടിലേക്ക് കയറി കഴിഞ്ഞ് ലഗേജൊക്കെ വിട്ട് കഴിഞ്ഞ് ബോർഡിംഗ് പാസും കിട്ടി എമിഗ്രേഷന് പോകുന്നതിന് മുമ്പ്, അവർ ലോഞ്ചിലേക്ക് പോകുന്നതിന് മുമ്പ് തിരികെ വന്ന് നമ്മൾ ടാറ്റ കാണിക്കും. ടാറ്റ കാണിച്ച് അവർ എമിഗ്രേഷനോട് പോകുന്നതിന് വരെ അവരിങ്ങനെ ടാറ്റ കാണിച്ച് കണ്ണിൽ നിന്ന് മറയും. കണ്ണിൽ നിന്ന് മറയുമെന്ന് പറയുമ്പം അവരില്ലാതാകുന്നില്ല, നമുക്ക് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. അവരുണ്ട്, ഇമിഗ്രേഷനിലുണ്ട്. അത് കഴിഞ്ഞ് ലോഞ്ചിൽ പോയി വിമാനത്തിൽ കയറി അവർ ആയിരിക്കുന്ന സ്ഥാനങ്ങളെത്തി, അവരുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളൂ. ഇതിൻ്റെ അർത്ഥം അവർ എങ്ങും പോയിട്ടില്ല, അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇതുപോലെയാണ് നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയവർ. അവരുണ്ട്, ദൈവസന്നിധിയിലുണ്ട്. അവർ നമ്മളിൽ നിന്നും മുമ്പേ വാങ്ങിപ്പോയവരുടെ കൂടെ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ആശ്വാസത്തിലേക്ക് നമുക്ക് കഴിയാം. ഈ പൗലോസ് പറയുകയാണ്, ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങൾ അവരെ ആശ്വസിപ്പിക്കണം. വിലപിച്ചിരിക്കുന്ന ഒരു കുടുംബങ്ങൾ, മരണപ്പെട്ടവരുടെ കുടുംബങ്ങളെയൊക്കെ നമുക്ക് ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിലൂടെ, നമ്മളിലുള്ള പരിശുദ്ധാത്മാവിനെ പ്രചലിപ്പിച്ചുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കാനും അവരെ ചേർത്ത് നിർത്തുവാനും കഴിയണം. പ്രിയമുള്ളവരെ, മരണം എന്ന് പറയുന്നത് സുനിശ്ചിതമാണ്, അതിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. അത് നമുക്ക് പലപ്പോഴും അത് നമ്മുടെ പരമാധികാരത്തിലുള്ളതല്ലെന്ന് പറഞ്ഞല്ലോ. നമുക്കറിയാം, നമുക്കൊക്കെ മരണത്തെ ആർക്കും ഭയമില്ല എന്ന് പറയുമ്പോഴും പറയും, എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് മരിച്ചാൽ മതി, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്കൊരു ജോലി ഇട്ടിട്ട് മരിച്ചാൽ മതി. നമുക്ക് മരിക്കാൻ പേടിയില്ല, പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ഉത്കണ്ഠകളുണ്ട്. അതൊക്കെ ദൈവത്തിന് വിടുക. നമ്മൾ മരണമെന്ന് പറയുന്നത് മാത്രമേ നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് സുനിശ്ചിതമായിട്ടുള്ളൂ. അത് ജനിച്ചാൽ ഒരിക്കൽ മരിക്കും, അതെല്ലാവർക്കും അറിയാം. പക്ഷേ ആ മരണം എപ്പോഴാണ് നമുക്ക് സംഭവിക്കുന്നത്, ഏത് സമയത്താണെന്ന് മാത്രം അറിയത്തില്ല. ഇതൊരു പക്ഷേ ഇതുകൊണ്ടായിരിക്കാം ഇന്ന് ഒരുപക്ഷെങ്കിൽ ഈ ഡിസംബർ 25 എന്നോട് പറയുകയാണ്, നീ മരിക്കും ജോസേ, നീ മരിക്കും, ഈ 25 മരിക്കുമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ എല്ലാം പുസ്തകമൊക്കെ മടക്കി വെച്ചിട്ട് എന്തായാലും 10 ദിവസം കൂടെ ഉള്ളൂ, ഞാൻ മരിക്കും, അപ്പോൾ ഒരു പണിയും ചെയ്യാതെ നിഷ്ക്രിയനായി ഒരു പണിയും ചെയ്യാതെ കിടന്ന് ഉറങ്ങും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, 10 ദിവസം കൂടെ ഉള്ളിൽ അടിച്ചു പൊളിക്കുക, എൻ്റെ ജീവിതം നശിക്കാൻ അടിച്ചു പൊളിക്കുക എന്ന് പറഞ്ഞ് മദ്യവും മയക്കുമരുന്നും ഈ ലോകത്തെല്ലാ സുഖങ്ങളും അനുഭവിക്കാമെന്ന് പറഞ്ഞിട്ട് എനിക്കുള്ളതെല്ലാം വിറ്റ് ഞാൻ സുഖം അനുഭവിക്കും. അതുപോലെ എന്നെപ്പോലെ എല്ലാവരും ഇങ്ങനെ ഇന്ന ദിവസം മരിക്കുമെന്ന് പറഞ്ഞാൽ അവരെ ഒക്കെ ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിഷ്ക്രിയരാകും, അല്ലെങ്കിൽ അടിച്ചു പൊളിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ലോകം എങ്ങനെ നടക്കും?
ലോകത്തിലെ പ്രവർത്തനങ്ങൾ എങ്ങനെ നടക്കും. അതുകൊണ്ടായിരിക്കാം ദൈവം നമ്മളോട് ഇന്ന ദിവസം മരിക്കും, നമ്മുടെ മരണദിനം പറയാത്തത്. അതുകൊണ്ട് മരണം എപ്പോഴും ഉണ്ട് എന്നുള്ളൊരു ബോധ്യത ജീവിക്കണം. മരണമെന്ന് പറയുന്നത് ഒരു മോശമായ സംഗതിയല്ല. ജീവിച്ചിരിക്കുന്നതുകൊണ്ട് വലിയ പ്രയോജനവുമില്ല. കാരണം നമ്മൾ മരിച്ച് പൗലോസ്ലീഹ പറയുകയാണ്, ഇന്ന് യേശുക്രിസ്തു രണ്ടാമത് യേശുക്രിസ്തു വരുമ്പോൾ നമ്മുടെ പള്ളികളിലൊക്കെ തിരുമേനിമാർ വരുമ്പോൾ നമ്മൾ ഓടിച്ചെന്ന് മുത്തും. അതുപോലെ നമ്മൾ ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞ് യേശുമ്പുരാനെ പോയി പെട്ടെന്ന് പോയി സ്വീകരിക്കാൻ നമുക്ക് പറ്റത്തില്ല. പൗലോസ്ലീഹ അവിടെ വ്യക്തമായി പറയുകയാണ്, നമ്മൾക്ക് മുമ്പേ ഈ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, അവർ രൂപാന്തരപ്പെടും. എന്നിട്ട് അവരോടൊന്നിച്ച് നമ്മളും അവരോട് ഒന്നിച്ചാണ് യേശുമ്പുരാനെ സ്വീകരിക്കാൻ പോകുന്നത്. അവിടെ മധ്യാകാശത്തിൽ മണിയറി ഒരുക്കുവാനല്ല, ഇങ്ങോട്ട് വന്ന് യേശുവിനോടുകൂടി ദൈവത്തോടുകൂടി നിത്യം ജീവിക്കുവാൻ. അപ്പോൾ ആ ഒരു പ്രത്യാശ ജീവിക്കുവാൻ. വാങ്ങിപ്പോയ നമ്മളിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും വിഷമമുണ്ട്. യേശുമ്പുരാൻ പോലും ദൈവം പോലും തൻ്റെ ഉറ്റവനായ ഒരാൾ പോകുമ്പോൾ വിഷമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കും വിഷമിക്കും. അപ്പോൾ ആ വിഷമത്തിലും ആശ്വാസം കണ്ടെത്തുവാൻ, നമുക്ക് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ, ഈ വാങ്ങിപ്പോയവർ, നമ്മളിൽ നിന്ന് മരിച്ചു പോയവർ, അവർ നമ്മളിൽ മുമ്പേ പോയവരോട് സന്തോഷിക്കുകയാണ്, യേശുവിനോട് സന്തോഷിക്കുകയാണ് എന്നുള്ള ഒരു ബോധ്യത്തിൽ ജീവിക്കുവാൻ കഴിയണം. പ്രിയമുള്ളവരെ, അപകടങ്ങളും ഒക്കെ വരും. അതൊക്കെ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കണം. മുൻകരുതലോടെ ജീവിക്കണം. നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാം, നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ചെയ്യാം, നമ്മൾ സുരക്ഷിതമായി പോകാനുള്ളത് പോകാം, ബാക്കിയുള്ള ദൈവത്തിന് വിടുക. ഈ ഏറ്റവും കൂടുതൽ കൊറോണ ഹിറ്റ് ചെയ്ത ഒരു രാജ്യം ഇറ്റലിയാണ്. ഏറ്റവും ആദ്യം കൊറോണ റിപ്പോർട്ട് ചെയ്യുന്നതും ഇറ്റലിയിലാണ്. ഇറ്റലിയിൽ ഒരു ദിവസം 3000, 4000, 10000 വരെ ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊക്കെ പ്രധാനമന്ത്രി ഓരോ ദിവസവും ഇത്രയാണ് സംഖ്യ എന്നെല്ലാം പറഞ്ഞ് വാർത്താ സമ്മേളനം നടക്കും. അങ്ങനെ 10000 ഒരുപാട് ആൾക്കാരിങ്ങനെ മരിച്ചു വീഴുമ്പോൾ ഈ ഇറ്റാലിയൻ പ്രധാനമന്ത്രി അന്ന് നടത്തിയൊരു വാർത്താ സമ്മേളനമുണ്ട്. അത് എല്ലാവരെയും വിളിച്ചു നിർത്തി ഒരു കുറ്റസമ്മതം പോലെ തല താഴേക്ക് കുനിച്ച് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ശാസ്ത്രത്തിന് ചെയ്യാനുള്ളതും സർക്കാരിന് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു, ഇനി എന്തെങ്കിലും വരണമെങ്കിൽ മുകളിൽ നിന്ന് വരണം. ഒരു പ്രധാനമന്ത്രി പറയുകയാണ്, ശാസ്ത്രത്തിന് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു, സർക്കാരിന് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു, ഇനി നമ്മൾ മേപ്പോട്ട് നോക്കേണ്ടത് ഉയരങ്ങളിലേക്കാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാണത്തിൽ ഏത് നിമിഷവും മരണം, അത് ഭയപ്പെടുവാനല്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരാം, അപകടം വരാം, പ്രയാസങ്ങൾ വരാം, ദുഃഖങ്ങളൊക്കെ വരാം. അങ്ങനെയൊക്കെ വരുമ്പോഴും നമ്മൾ നോക്കേണ്ടത് മേലോട്ടാണ്. ആ മേലോട്ട് ദൈവത്തിൽ പ്രത്യാശ കൊണ്ട് ജീവിക്കുവാനും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാനും നമുക്ക് കഴിയട്ടെ. ദൈവത്തിന് പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.